നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണുഃ പ്രചോദയാത്. ശ്രീ വിഷ്ണു സഹസ്രനാമം ധ്യാനം 3. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശാന്തമായ ആകാരത്തോടു കൂടിയ സർപ്പത്തെ മെത്തയാക്കി അതിൽ ശയിക്കുന്ന നാഭിയിൽ ഉയർന്നു പൊങ്ങിയ താമരപ്പൂ ഉള്ള ദേവന്മാരുടെയെല്ലാം ഈശ്വരനായിരിക്കുന്ന ഈ ലോകത്തിന് തന്നെ ആധാരഭൂതനായ ആകാശം പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന മേഘവർണ്ണമുള്ള മംഗളകരങ്ങളായ അവയവങ്ങളോടു കൂടിയ മഹാലക്ഷ്മിയുടെ ഭർത്താവും താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോടു കൂടിയവനും യോഗിവര്യന്മാർക്ക് ഹൃദയങ്ങളിൽ ധ്യാനം കൊണ്ട് ഗമിക്കുന്നവനും സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നവനും എല്ലാ ലോകങ്ങൾക്കും ഏകനാഥനായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണു ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. ഭാവാർത്ഥം: സർപ്പമെന്ന് കേട്ടാൽ പേടിച്ചരണ്ട് ഓടുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മുടെ മുന്നിലാണ് ഭഗവാൻ സർപ്പത്തെ ശയ്യയാക്കി ശയിക്കുന്നത്. ശേഷശായിയാണ് ഭഗവാൻ. വളരെ ശാന്തഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാന് യാതൊരു ടെൻഷനുമില്ല. എന്തുകൊണ്ടാണ്? എല്ലാം അറിഞ്ഞവന് ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല എന്നാണ് കാണിക്കുന്നത്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം. നാഭിയിൽ ഉയർന്നു പൊങ്ങിയ താമരയിൽ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നാഭിയിൽ ഉയർന്നു പൊങ്ങിയ താമര ഉള്ളതുകൊണ്ട് പത്മനാഭം. സുരേശം. എല്ലാ ദേവന്മാർക്കും ദേവനാണ് ഭഗവാൻ. ദേവാധിദേവനാണ് ഭഗവാൻ. അതുകൊണ്ട് സുരേശം. വിശ്വാധാരം. ഈ ലോകത്തിന് തന്നെ ആധാരഭൂതനായിരിക്കുന്നത് ഭഗവാനാണ്. അതായത് സൃഷ്ടി ചെയ്യുന്നതും നമ്മെ സംരക്ഷിക്കുന്നതും സംഹാരം നടത്തുന്നതും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഒരു സ്ത്രീ തന്നെ മകളായും സഹോദരിയായും ഭാര്യയായും അമ്മയായും മാറുന്നതുപോലെ ഭഗവാൻ സൃഷ്ടി നടത്തുമ്പോൾ ബ്രഹ്മാവായും സ്ഥിതി സംരക്ഷകനായിരിക്കുമ്പോൾ വിഷ്ണുവായും സംഹാര സമയത്ത് രുദ്രനായും ഭവിക്കുന്നു. ഏകോഹം ബഹുസ്യാം. ഒന്നായ ഞാൻ വലുതായി ഭവിച്ചു എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവാൻ ഈ ലോകത്തിന് ആധാരമായിരിക്കുകയാണ് ചെയ്യുന്നത്. മേഘവർണ്ണം. കാർമേഘവർണ്ണനാണ് ഭഗവാൻ. ഗഗന സദൃശം. ആകാശത്തോളം വളരാൻ കഴിവുള്ള ഭഗവാൻ. ഭഗവാന് ഏറ്റവും വലുതാകാനും ഏറ്റവും ചെറുതാകാനും കഴിയും. അതാണ് ഭഗവാന്റെ വാമനമൂർത്തി എന്ന് പറയുന്നത്. വളരെ ചെറിയ രൂപമാണ്. ആകാശത്തോളം വളരുന്ന വിരാട് സ്വരൂപവും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഗഗന സദൃശം അഷ്ടൈശ്വര്യ സിദ്ധികളിൽ ഒന്നാണ് വളരെ വലുതാകാൻ കഴിവുള്ള ആ അവസ്ഥ. കാർമേഘവർണ്ണനാണ് ഭഗവാൻ. ശുഭാംഗം. ഭഗവാന്റെ എല്ലാ അവയവങ്ങളും മംഗളദായകങ്ങളാണ്. ലക്ഷ്മീപതിയാണ് ഭഗവാൻ. അതായത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലക്ഷ്മി ദേവി കടാക്ഷവും ഉണ്ടാകുന്നു. നമ്മൾ പുറമേക്ക് കാണുന്ന സമൃദ്ധിയോ സമ്പത്തോ ഒന്നുമല്ല, ഉള്ളിലുണ്ടാകുന്ന പ്രസന്നതയാണ് ഇവിടെ സമ്പത്തായി സങ്കല്പിച്ചിരിക്കുന്നത്. ലക്ഷ്മീകാന്തം കമലനയനം. കമലനയനനാണ് ഭഗവാൻ. അതായത് താമര ഇതൾ പോലെ വളരെ നീണ്ട കണ്ണുകളാണ് ഭഗവാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട വലിയ കണ്ണുകൾ ഭഗവാനുള്ളത്? ഈ ലോകത്തെ മൊത്തം നോക്കിക്കാണുന്നതിന്, നമ്മെ സംരക്ഷിക്കുന്നതിനാണ്. ആമ അതിൻ്റെ കുട്ടികളെ വളർത്തുന്നത് കുഞ്ഞുങ്ങൾ ആയിക്കഴിഞ്ഞാൽ മറുകരയിലേക്ക് ആ തള്ള പോകും. എന്നിട്ട് അവിടെ ഇരുന്ന് നോട്ടം കൊണ്ടാണ് ആ കുട്ടികൾ, അമ്മയുടെ കടാക്ഷം കൊണ്ടാണ് ആമയുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ ഒരു ഭൂമിയിലെ ഈ ഒരു ജീവിക്ക് ഇത് സാധ്യമാണെങ്കിൽ ആ വിശ്വ സൃഷ്ടി നടത്തുന്ന ഭഗവാന് അദ്ദേഹത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് ഈ ലോകം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നമുക്ക് ആമയുടെ കഥ ഓർമ്മിക്കുമ്പോൾ മനസ്സിലാകുന്നു. മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം. ഇനി ഭഗവാനെ കിട്ടണമെങ്കിൽ നമ്മൾ ധ്യാനത്തിലൂടെയാണ് ഭഗവാനെ ലഭിക്കുന്നത്. മനസ്സ് അത്രയും നിശ്ചലമാകുമ്പോഴാണ് നമുക്ക് ധ്യാനം സാധ്യമാകുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. എപ്രകാരമാണോ മറ്റെല്ലാ
അവയവങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നമ്മൾ ഒരു യോഗിയുടെ ഭാവത്തിലെത്തുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. യോഗിഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണു, അങ്ങനെയെല്ലാമുള്ള ആ മഹാവിഷ്ണു ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. ഈ ധ്യാന ശ്ലോകം വളരെ പ്രധാനമാണ്. വിഷ്ണു സഹസ്രനാമം അറിയില്ല എങ്കിലും ഈ ധ്യാന ശ്ലോകം പഠിച്ചു ചൊല്ലുന്നത് വളരെ ശുഭകരമാണ്. പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.